വീട്ടിനകത്ത് എന്തായാലും വെള്ളം വരും മഴ പെയ്യുമ്പോൾ. വെള്ളം വീഴും, നമ്മുടെ ദേഹത്ത് വെള്ളം വീണുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, അല്ലെങ്കിൽ നേരത്തെ വെള്ളം വീണുകൊണ്ടാണ് പറഞ്ഞത്, അല്ലാതെ കള്ളം പറയേണ്ട കാര്യമില്ല. ഞാനപ്പം ഇദ്ദേഹത്തെ വിളിച്ചു, ഫോൺ എടുത്തില്ല. കുറേ കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു. മഴ പെയ്ത് ഈ തേപ്പൊക്കെ പയ്യെ വിട്ടു പോകുന്നുണ്ടെന്ന് പുറകിൽ. ഈ വീട് തേച്ചിരിക്കുന്നത് സിമെൻറ്റും മണലും ഇല്ലാതെയാണ്. ഇത് ശരിക്കൊരു സൈബർ അറ്റാക്ക് വരെ ചേച്ചി ഇപ്പൊ നേരിടുന്നുണ്ട് അല്ലേ? അപ്പം ഇതിനെക്കുറിച്ച് എന്താണ് ആധികാരികമായിട്ട് പറയാനുള്ളത്? ചോർച്ചയെന്ന് പറഞ്ഞാൽ നമ്മൾ എറിച്ചിലും ചോർച്ചയെന്നൊക്കെ പറഞ്ഞാൽ, ഞാൻ എറിച്ചിലടിക്കാന്ന് കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, ഓരോ സ്ഥലത്തും ഓരോ വാക്കുകളാണ്. നമ്മളെ വീടിനകത്തിരുന്ന മഴ പെയ്യുമ്പം വെള്ളം അകത്ത് കയറുന്നതിനാണ് ഞാൻ ചോർച്ചയെന്ന് പറഞ്ഞത്. അത് എറിച്ചിലടിക്കാന്നും പറയും. ഞാൻ എൻ്റെ വായിൽ അത് ചോർച്ചയായിട്ടാണ് വന്നത്. അതായത് ഇങ്ങനെ ചോർന്നത് എറിച്ചിൽ, വീടിനകത്ത് എന്തായാലും വെള്ളം വരും മഴ പെയ്യുമ്പോൾ. വീട് ചോർന്നിങ്ങനെ ഈ എന്തുവാ ഇവര് പണിത ഈ വാർത്ത് വെച്ചേക്കുന്നെന്ന് പറയും, കമ്പി കെട്ടി വാർക്ക വീടെന്ന് പറയില്ലേ, വാർക്ക വീട്, ഓട് വീട്. അപ്പൊ ഈ ഭാഗത്ത് വാർക്ക വീടിന്റെ അകത്ത് വാർക്ക ഉള്ള ഭാഗത്തൂടെ അല്ല ചോരുന്നെന്ന് ഞാൻ പറഞ്ഞു. ഈ ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ ലിവിങ് ഏരിയ, ഇവിടെ ഈ മുകളിലോട്ട് കുറച്ച് അഴികളുണ്ട്, അവിടെ നിന്ന് എന്തായാലും വെള്ളം ഇങ്ങോട്ട് അടിച്ചു കയറും. ഇതാണ് ഞാൻ പറഞ്ഞ നനയുന്നുണ്ടെന്ന്, ചോരുന്നുണ്ടെന്ന്. അത് സംശയമുള്ളൊരു മഴക്കാലത്ത് വന്നാൽ ഇവിടെ വന്ന് ഞാൻ കാണിച്ചില്ല. ഞാൻ രേണു സുധി പച്ചക്കള്ളം പറഞ്ഞു. ഞാൻ എന്തിനാണ് കള്ളം? എനിക്കിത് കള്ളം പറഞ്ഞിട്ട് ഒന്നും നേടാനാവില്ല. കാരണം സുധിച്ചേട്ടൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്ത വീടാണിത്. ഇന്ന് തന്നെ എനിക്ക് തോന്നുന്നത്, നിങ്ങൾ ഇവിടെ ഇരുന്ന ഭയങ്കര കുട്ടി ഇവിടെ ഇരുന്നപ്പോൾ തന്നെ എന്താ വെച്ചാൽ വെള്ളം വരുന്ന ചെറിയ മഴ പെയ്തപ്പോൾ അത് അനുഭവിച്ചതല്ലേ. ഈ മുറിയിൽ ഈ സോഫയിൽ ഇരുന്ന് സംസാരിച്ചപ്പോഴല്ലേ വെള്ളം ദേഹത്തോട്ട് വീണ ആണോ? അപ്പം ഇതിനെതിരെ തന്നെ KHDCയുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ അഡ്മിനായ ഫിറോസ് രംഗത്തെത്തിയിരിക്കുകയാണ്. നല്ല ഗുരുതര ആരോപണമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഫിറോസ് പറഞ്ഞിരിക്കുന്നത്, ഇനി മുന്നോട്ടുള്ള ധനസഹായങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ വീട് നിർമ്മാണ പദ്ധതി ഒന്നും ഞാൻ ഇനി ആരെയും സഹായിക്കത്തില്ല, ഈ ഒരു ആരോപണം കൊണ്ട് എനിക്ക് മതിയായി എന്നൊക്കെ ഫിറോസൊക്കെ പറഞ്ഞൊക്കെ ഞാൻ പച്ചക്കള്ളം പറഞ്ഞെന്നൊക്കെയാണ് ആരോപണങ്ങൾ. എനിക്ക് പച്ചക്കള്ളം പറയേണ്ട കാര്യമില്ല. നമ്മൾ ഈ ലിവിങ്ങിലും പിന്നെ ഋതപ്പം കിടക്കുന്ന ആ റൂമിലും ഈ ഒരു ഷീറ്റ് പോലത്തെ, അപ്പൊ അവിടുന്ന് എറിച്ചിലടിച്ച് വെള്ളം വീഴും, നമ്മുടെ ദേഹത്ത് വെള്ളം വീണുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, അല്ലെങ്കിൽ നേരത്തെ വെള്ളം വീണുകൊണ്ടാണ് പറഞ്ഞത്, അല്ലാതെ കള്ളം പറയേണ്ട കാര്യമില്ല. ഡീറ്റെയിൽ നമുക്ക് പപ്പാട് തന്നെ ചോദിക്കണം, അതല്ലേ നമ്മൾ അറിയാത്ത കാര്യം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ പപ്പയെ വിളിക്കാം. ഈ വീട് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ 1 വർഷമായല്ലോ. പിള്ളേർക്ക് വേണ്ടി ഈ വീട് ഈ KHDC എന്ന് പറഞ്ഞ ആ ഫേസ്ബുക്ക് കൂട്ടായ്മയിലുള്ള അതിൻ്റെ ചെയർമാനായിരിക്കുന്ന ഫിറോസ് എന്ന് പറഞ്ഞ ആൾ ഈ വീട് വെച്ച് തന്നിട്ട്, അപ്പം 1 വർഷം ആകുന്നേ ഉള്ളൂ, 11 മാസമായി. ഞങ്ങളിവിടെ താമസമായിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പം മഴ പെയ്തപ്പം ഇവിടെ ഇപ്പം നമ്മൾ ഇരിക്കുന്ന ഈ ഭാഗത്ത് അവിടെ നല്ല ചാറ്റൽ ഇങ്ങോട്ട് വന്നിട്ട് ശരിക്കും ഇവിടെ നനഞ്ഞു. ഞാനപ്പം ഇദ്ദേഹത്തെ വിളിച്ചു, ഫോൺ എടുത്തില്ല. അദ്ദേഹത്തിൻ്റെ ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു, മനോജ് എന്ന് പറയും, അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം എടുത്തു. ഞാൻ ഒരാളെ അങ്ങോട്ട് വിടാമെന്ന് പറഞ്ഞു. മെയിൻ പണിക്കാരനായ സുധീർ എന്ന് പറഞ്ഞ ഒരാൾ, അത് താമസം തുടങ്ങി പിറ്റേ ആഴ്ച നടന്ന സംഭവമാണ്. ഇവിടെ വരികയും അയാൾ ഇവിടെ എല്ലാം അപ്പം കുറേ കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു. മഴ പെയ്ത് ഈ തേപ്പൊക്കെ പയ്യെ വിട്ടു പോകുന്നുണ്ടെന്ന് പുറകിൽ. അപ്പം അദ്ദേഹം പറഞ്ഞു, മഴ പെയ്ത് ഇത് പിന്നെ പെയിൻറ്റിൻ്റെ ആയിരിക്കും എന്നാലും ചേട്ടാ ഞങ്ങൾ വന്നത് റെഡിയാക്കിക്കോളാം, ഞങ്ങൾക്ക് അടുത്തൊരു പണി ഇവിടെ ഉണ്ട്, അപ്പോഴത്തെ ഞങ്ങൾ ഇടയ്ക്ക് വന്ന് നോക്കാമെന്ന് പറഞ്ഞു. ഞാനത് കേട്ട് ഒന്നും മിണ്ടിയില്ല. അവിടെ നാളെ വന്നു, ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്നാൽ ഈ ഫ്രണ്ട് ലൈറ്റ് കത്തുന്നില്ലായിരുന്നു, ഫ്രണ്ട് സിറ്ററിൻ്റെ ലൈറ്റ് കത്തുന്നില്ല. അപ്പോൾ ഉടനെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു, ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് ചേട്ടാ ഞങ്ങൾ വന്നോളാം, മഴ ഒന്ന് മാറിക്കോട്ടെ. അതായത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം നടന്ന സംഭവം, സെപ്റ്റംബറിൽ നടന്ന സംഭവമാണ്. അപ്പം മഴയൊന്ന് മാറിയിട്ട് വന്ന് ഞങ്ങൾ വൃത്തിയാക്കി, ഇപ്പം വന്നു കഴിഞ്ഞാൽ അത് പിന്നെയും പോകുമെന്ന് പറഞ്ഞു. ശരി, ഒന്നും മിണ്ടിയില്ല. ഇത് ഈ തേപ്പെന്ന് പറയുന്നത്, ഈ വീട് തേച്ചിരിക്കുന്നത് സിമെൻറ്റും മണലും ഇല്ലാതെയാണ്. സിമെൻറ്റും എംസാൻഡും ഇല്ല. സാധാരണ വീട് പണി നമ്മുടെ ഈ കേരളത്തിൽ ഞാൻ കണ്ടിരിക്കുന്നത്, ഞാനും ഒരു കെട്ടിട പണിക്കാരനായിരുന്നു, അങ്ങനെ തേച്ച് ഇത് കെട്ടിക്കഴിഞ്ഞാൽ തേപ്പെന്ന് പറയുന്ന സാധനം തേക്കുന്നത് സിമെൻറ്റും മണലുണ്ടെങ്കിൽ മണലില്ലെങ്കിൽ എംസാൻഡ് തട്ടുന്നത്. ഇവിടെ വെറും ഒരു എന്താ പറയുക, ക്ലേ പോലെ ഒരു സാധനം, കുമ്മായം പോലെ പാക്കറ്റ്, കുമ്മായം പോലെ, അത് 50 കിലോയുടെ പാക്കറ്റ് ഇത് കൊണ്ട് അടിക്കും. ഞാൻ അന്ന് ചോദിച്ചു, ഇത് വെച്ചാൽ നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല, ഇപ്പോഴത്തെ ആധുനിക മോഡൽ എല്ലായിടത്തും ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തർക്കിക്കാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്യുന്ന നാട്ടുകാർ. അപ്പം ഞാനൊന്നും മിണ്ടാതെ പറയുന്നത്, എനിക്ക് വർക്കറിയാം, ഞാനൊന്നും മിണ്ടിയില്ല. പക്ഷേ ഈ വീടിൻ്റെ അതാണ് തേപ്പ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇതിൻ്റെ തറകെട്ട്, ഇതിൻ്റെ ഭിത്തികെട്ട്, ഇതിൻ്റെ കോൺക്രീറ്റ്, ഇതെല്ലാം നല്ല മാന്യമായിട്ട് ചെയ്തു. ബാക്കി ഇത് തേച്ചത് പ്ലാസ്റ്ററിങ് കംപ്ലീറ്റ് ഈ കുമ്മായം കൊണ്ട് തേച്ചത് കൊണ്ട് മുഴുവനും മഴ നനഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുക പുറകിൽ.
ഈ വ്യക്തിയാണ് ഈ കഴിഞ്ഞ ദിവസം രേണു ഇവിടെ നനയെന്ന് പറഞ്ഞപ്പം രേണു പറഞ്ഞ പച്ച കള്ളമാണെന്ന്. കാരണം രേണുവിനിപ്പം ഒരു പിന്നെ സോഷ്യൽ മീഡിയ വഴി ഭയങ്കര സൈബർ അറ്റാക്ക് ഉള്ള ഒരാളാണല്ലോ. ഇവന്മാരിങ്ങനെ യൂട്യൂബർമാരിങ്ങനെ രേണുവിനോടൊന്നും പറഞ്ഞ് ഇട്ടിട്ട് ഇങ്ങനെ പോവുക. ഇത് കണ്ടിട്ട് ഈ നമുക്ക് ഈ വീടുണ്ടാക്കി തന്ന ഇദ്ദേഹവും പറയാം രേണു പറഞ്ഞ പച്ചക്കള്ളം എന്ന് പറഞ്ഞ് രേണുവിന് കുറേ കാര്യങ്ങൾ. അതുപോലെ തന്നെ രണ്ടാമത് അതൊക്കെ ഒരു കാര്യം കൂടെ പറഞ്ഞു. കൊല്ലംകാർ ഇവിടെ താമസിക്കുമെന്ന് ഇയാൾ ഓർത്തത്. രേണുവിനോ കൊല്ലംകാർക്കോ അല്ല വീട്, നേരെ സുധിയുടെ മക്കളുടെ പേർക്കാണ് ഇത്. ഇവിടുത്തെ ഈ ബിഷപ്പ് 7 സെന്റ് സ്ഥലം കൊടുക്കുകയും ഈ പറഞ്ഞ വ്യക്തികളൊക്കെ തന്നെ ഇത് പണിയുകയും ചെയ്തു. എന്നാൽ ഇതിൻ്റെ പിന്നിൽ ഈ 24 എന്ന ചാനലാണ് ഈ കുഞ്ഞുങ്ങളുടെ രണ്ടിൻ്റെ വിദ്യാഭ്യാസവും അവർക്കൊരു ഭവനവും ഉണ്ടാക്കി തരുന്ന അവരാണ് ഏറ്റത്. പക്ഷെ ഈ സംഘടന, ഈ KHDC എന്ന് പറയുന്ന സംഘടന അങ്ങോട്ട് ചെന്ന് അവരോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാം, ഞങ്ങൾ ഒത്തിരി പേർക്ക് ഇതുപോലെ ദാനം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ് ഈ ചെയ്ത്ത്.